ഓൾറൈറ്റ് ദെൻ പിക്സൽ 6 ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഒരു 3 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഈവൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫൈനൽ മേജർ അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിന് വന്നിട്ടുണ്ട്. സോ ഇത്രയും നാൾ കഴിഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷം ഈ ഒരു ഫൈനൽ അപ്ഡേറ്റും കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു 20,000 റുപ്പീസിനകത്തൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഈസിലി നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു 20K സ്മാർട്ട് ഫോൺ എന്ന ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റിലുള്ള മറ്റുള്ള സ്മാർട്ട് ഫോൺ വെച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യത്തിലാണ് ഇത് പുറകിലേക്ക് നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിൽ നോക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ നോക്കുന്ന സമയത്ത് ടിപ്പിക്കലി ഉള്ള ആ ഒരു പിക്സലിന്റെ ഡിസൈൻ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു പിക്സലിന്റെയൊക്കെ ഡിസൈൻ ആ ഒരു ബാർ കണക്കത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. ആദ്യം പിക്സൽ കൊണ്ടുവന്ന ആ ഒരു ബാർ ഡിസൈൻ പിക്സൽ 6-ലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 3 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ ഒരുപാട് തരത്തിൽ പുറകിലേക്കാണ് അല്ലെങ്കിൽ ഒരുപാട് തരത്തിൽ താന്ന് നിൽക്കുകയാണ് നമുക്ക് ഒരിക്കലും തന്നെ പറയാനായിട്ട് പറ്റത്തില്ല. ആൻഡ് പേഴ്സണലി എനിക്ക് ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ കൈകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ നോക്കുന്ന സമയത്തും അതൊരു പിക്സൽ ഫോണാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു ബിൽഡ് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരു ഗ്ലാസ് ബിൽഡിലാണ് വന്നിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിലെ ഗ്ലാസിന്റെ ഗൊറില്ല ഗ്ലാസിന്റെ 6ന്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്ലാസിന് വരുന്ന സമയത്ത് ഗൊറില്ല ഗ്ലാസിന്റെ വിക്ടസിന്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫ്രെയിം വന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു അലുമിനിയം ഫ്രെയിമോ ആണ്. സോ നിങ്ങളിപ്പോൾ ഈ ഒരു ഡ്യൂറബിലിറ്റിയെ കുറിച്ച് കേട്ട സമയത്ത് അല്ലെങ്കിൽ ബിൽഡിനെ കുറിച്ച് കേട്ട സമയത്ത് തന്നെ മനസ്സിലാവും ഒരു പ്രീമിയം കംപ്ലീറ്റ്ലി ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഡ്യൂറബിലിറ്റി കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 20K പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന ഏതൊരു സ്മാർട്ട് ഫോൺ എടുത്താലും അതിൻ്റെ അകത്ത് ഒരിക്കലും നമുക്ക് കിട്ടാത്ത ഒരു ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ഒരു ബിൽഡ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ബിൽഡിന്റെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ലെവലിൽ തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് IP റേറ്റിംഗ് ഉണ്ട്, IP68ന്റെ റേറ്റിംഗും ഉണ്ട്. സോ അതും ഒരു ടോപ്പ് ലെവൽ തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ വെയിറ്റ് നോക്കുന്ന സമയത്ത് 207 ഗ്രാമിന്റെ ഒരു വെയിറ്റ് ആണ്. ആക്ച്വലി 207 ഗ്രാം ഉണ്ടെങ്കിലും നമുക്ക് അത്രത്തോളം വെയിറ്റ് ഒരിക്കലും ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഡുവൽ സിം സപ്പോർട്ട് വരുന്നുണ്ട്. എന്നാൽ ഒരു സിം മാത്രമേ നമുക്ക് ഫിസിക്കലി ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു സിം ആണ്. സോ അതുകൊണ്ട് അത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ പെട്ടെന്ന് അർജന്റ് ആയിട്ട് ഒരു സിം എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും. അതേസമയം നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.4 ഇഞ്ചിന്റെ ഒരു AMOLED 1080p ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ HDR10+ന്റെ സപ്പോർട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. സോ ആ ഒരു 6.4 ഇഞ്ച് എന്ന ആ ഒരു സ്ക്രീൻ സൈസ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ കൈകളിൽ ആ ഒരു സ്മാർട്ട് ഫോണിൽ ആ ഒരു സൈസ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ടോട്ടലി നമ്മുടെ കൈകളിൽ ഹോൾഡ് ചെയ്യാനും നമുക്ക് കൊണ്ടു നടക്കാനായിട്ടൊക്കെ ഭയങ്കര ഒരു കംഫി ഫീൽ തന്നെ തരുന്നുണ്ട്. പേഴ്സണലി നമ്മൾ വൺ ഹാൻഡ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എസ്പെഷ്യലി അത് എടുത്ത് തന്നെ അറിയാനായിട്ട് പറ്റും. ആ ഒരു സ്ക്രീൻ സൈസ് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു കോമ്പാക്ട് സൈസും കൂടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വൺ ഹാൻഡൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഈസി ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും സ്ക്രോൾ ചെയ്യാണ് അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യാണ്, നമുക്കിപ്പോൾ നല്ല രീതിക്ക് തന്നെ ടൈപ്പ് ചെയ്യണം, വൺ ഹാൻഡിൽ തന്നെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും A to Z നമുക്ക് കംപ്ലീറ്റ്ലി അതിൻ്റെ അത് ടൈപ്പ് ചെയ്ത് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ ഒരു കംഫർട്ടബിലിറ്റി ആക്ച്വലി നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഈ സൈസുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം കംഫി ഫീലാണ് നമുക്കത് തരുന്നതെന്ന്. എനിക്ക് ആ ഒരു കാര്യം ആക്ച്വലി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6.78 ഇഞ്ചാണ്. അതിൽ നിന്ന് 6.4 വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിലിറ്റി തന്നെ ഫീൽ ചെയ്തു. ആൻഡ് ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കുന്ന സമയത്ത് ക്വാളിറ്റിയിലൊന്നും വലിയ വിഷയമില്ല. നമുക്ക് ഒരിക്കലും ഒരു ടോപ്പ് ലെവൽ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു 20,000 റുപ്പീസിൻ്റെയൊക്കെ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ചൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ്. അത്രത്തോളം ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ അത്യാവശ്യം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഓവറോൾ നോക്കുന്ന സമയത്ത് ഓക്കെ ആയിട്ട് തന്നെയുണ്ട്. ആൻഡ് ബ്രൈറ്റ്നെസിന്റെ കാര്യം വരുന്ന സമയത്ത് അത്രത്തോളം നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഒബ്വിയസ്ലി അത് വ്യൂവബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും പുറത്തോട്ട് പോകുന്ന സമയത്ത് അത് റീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോൺസിൻ്റെയൊക്കെ ബ്രൈറ്റ്നെസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. വ്യൂവബിൾ ആണ്, നമുക്ക് അതിൻ്റെ അകത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അതർവൈസ് ഡിസ്പ്ലേയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആൻഡ് ഓൾസോ ഇതിൻ്റെ അകത്ത് ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. അതൊരു ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കൂടിയാണ്. എന്നാൽ ആക്ച്വലി ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് ഭയങ്കര ഒരു ഷോഗോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷോഗോ എന്നല്ല, കുറച്ച് സ്ലോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഏതൊരു സ്മാർട്ട് ഫോണിന്റെ ഇൻ ഡിസ്പ്ലേ നോക്കിയാലും അതൊക്കെ ഫാർ ബെറ്റർ ആയിട്ട് ഇതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് തന്നെ അതെല്ലാം വർക്ക് ആവുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നിന്നാലേ അത് അൺലോക്കായി വരുള്ളൂ. സോ അത് എനിക്ക് പേഴ്സണലി കുറച്ച് ബാഡ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ആൻഡ് സ്പീക്കേഴ്സ് നോക്കുന്ന സമയത്തും എനിക്ക് ഒരു ആവറേജ് ലെവലിൽ എന്നേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഒരിക്കലും ഒരു നല്ല സ്പീക്കർ ആണെന്ന് എനിക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അത്രത്തോളം നല്ലൊരു ക്വാളിറ്റി ഉള്ള സൗണ്ട് ഔട്ട്പുട്ട് ആണ് ഈ
ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരുന്നതെന്ന് എനിക്ക് ഒരിക്കലും തന്നെ പറയാനായിട്ട് പറ്റത്തില്ല. സൗണ്ട് നല്ല രീതിക്കുണ്ട്, സൗണ്ട് നമുക്ക് സെപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ ക്വാളിറ്റിയിൽ കുറച്ചൊന്ന് പുറകിലേക്കാണ്. ആൻഡ് ഇനി ഇതിൻ്റെ ആ ഒരു OS എക്സ്പീരിയൻസ്, ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു കാര്യം പറയേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്ത് ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് മേജർ ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പോലും കിട്ടത്തില്ല. ലാസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 14 ആണ്. എന്നാൽ ഇനിയും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടും. ഇനി ഏകദേശം ഒരു 2 വർഷത്തേക്ക് കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടും. സോ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. ആൻഡ് OSന്റെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ഒബ്വിയസ്ലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, വളരെ ക്ലീൻ ആണ്, മിനിമൽ ആണ്, ഭയങ്കര തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ലൈക്ക് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളത് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നതെന്ന് ഓരോ ആനിമേഷൻ എടുക്കുന്ന സമയത്തും അത്രത്തോളം സ്മൂത്ത് ആയിട്ടും ഫ്ലോ ആയിട്ടൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ലൈക്ക് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ തിരിച്ച് അൺലോക്ക് ചെയ്യുന്ന സമയത്തുള്ള ആനിമേഷൻ, അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലോട്ട് പോകുന്ന ഒരു ആനിമേഷൻ, അതൊക്കെ ഒരു ഭയങ്കര ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. സോ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലിയർലി പറയാം, എനിക്ക് iOSനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ക്ലീൻനെസ്സും മിനിമൽനെസ്സും ഒക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ട, അല്ലെങ്കിൽ യൂസ് ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് ഒരുപാട് തരത്തിലുള്ള കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ആ ഒരു തീമും കാര്യങ്ങളൊക്കെ മാറ്റാനും, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ലോക്ക് സ്ക്രീനിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മാറ്റാനും, അതുപോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. ആൻഡ് ഓൾസോ അതും നമുക്ക് നല്ല രീതിക്ക് തന്നെ അവർ ഇംപ്ലിമെന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ്ലി അതിനെ ചേഞ്ച് ചെയ്യാനും അതിനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലേക്ക് മാറ്റാനും എല്ലാത്തിനും തന്നെ പറ്റുന്നുണ്ട്. സോ UI കംപ്ലീറ്റ്ലി എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി എന്താണ് ആൻഡ്രോയിഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഈ ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇനി പെർഫോമൻസ് പറയുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വരുന്നത് ടെൻസർ G1 എന്നൊരു പ്രൊസസ്സറാണ്. ഇതൊരു ഗൂഗിളിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള പ്രൊസസ്സറാണ്. ആൻഡ് ഓൾസോ ഇതൊരു 5 നാനോമീറ്ററിന്റെ ഒരു പ്രൊസസ്സറും കൂടിയാണ്. ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ഡെയിലി ഡ്രൈവർ എനിക്ക് ഒരു ഇഷ്യൂസും തോന്നിയിട്ടില്ല. ഞാൻ കുറച്ച് ഒരു 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണാണ്. ഡെയിലി ഡ്രൈവായിട്ട് യൂസ് ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷനും ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് വളരെ ഒരു ലാഗ് ഫ്രീ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സ്റ്റിൽ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. ഒരു ലാഗോ കാര്യങ്ങളോ എനിക്ക് ഇന്നേ വരെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുന്ന സമയത്തും ഈവൻ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് അതിനെ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഗെയിം കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ഡിവൈസ്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് അത്ര നല്ലൊരു ഗെയിമിംഗ് ഒരു എക്സ്പീരിയൻസ് അല്ല ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് PUBG കളിക്കുന്നുണ്ട്. PUBG കളിക്കുന്ന സമയത്ത് ഇപ്പോൾ FPS ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു 60 FPS തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു 1 hour ലോങ് ആയിട്ടിരുന്ന് ഗെയിം പ്ലേ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലോങ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത്, ഗെയിമിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല രീതിക്ക് തന്നെ ലാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു പെർഫോമൻസിലുള്ള കുറവ് നമുക്ക് എടുത്ത് തന്നെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഒരു പെർഫോമൻസ് ലെവൽ എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ആസ് എ ഡെയിലി ഡ്രൈവർ നമുക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാം, ഒരു ഇഷ്യൂസും ഇല്ല. ഗെയിമിംഗ് ഒക്കെ ലോഡ് ആവും, നമുക്ക് പ്ലേബിൾ ആണ്. എന്നാൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറച്ച് ബാഡ് ആണ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആസ് എ ഡെയിലി ഡ്രൈവർ സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് ഫോൺ. ഫോർ ഗെയിമിംഗ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്മാർട്ട് ഫോണിന്റെ അകത്ത് NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. USB 3.1ഉം ബ്ലൂടൂത്ത് വെർഷൻ 5.2ഉം അതുപോലെ തന്നെ UFS 3.1ഉം ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇനി ക്യാമറ നോക്കുന്ന സമയത്ത് പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 50 MP പ്രൈമറി f1.9 അപ്പറേച്ചറുള്ള ഒരു ക്യാമറയാണ്. അതിൻ്റെ അകത്ത് OSന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 12 MP ഒരു അൾട്രാ വൈഡ് ആണ്. അതിന്റെ അപ്പേച്ചർ എന്ന് പറയുന്നത് 2.2 ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോട്ടോസിന്റെ കാര്യം പറയുന്ന സമയത്ത് എനിക്ക് ഡേ ലൈറ്റിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ഇഷ്യൂസും ഇല്ല. അത് പ്രൈമറി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ലൈക്ക് ഈസിലി നമുക്ക് എന്ത് വേണോ എടുക്കാനായിട്ട് പറ്റും. ഫോട്ടോസിന്റെ കാര്യത്തിൽ ഡേ ലൈറ്റിൽ നമുക്ക് ഒരു പ്രോബ്ലം ഒന്നും പറയാനായിട്ടില്ല. ഒരു ടോപ്പ് ലെവൽ ഫോട്ടോസ് തന്നെയാണ്. ഇപ്പോൾ ഉള്ള സ്മാർട്ട് ഫോൺ വെച്ച് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഡേ ലൈറ്റിൽ ഇതിന്റെ ഫോട്ടോസ് കമ്പയറബിൾ ആണ്. കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഇമേജസ് ആണ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസിന്റെ കാര്യം വരുന്നാലും ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലിരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് ഔട്ട്പുട്ട് ചെയ്യാനാണ് ഡേ ലൈറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡേ ലൈറ്റിൽ ഒരു ടോപ്പ് ലെവൽ ഫോട്ടോ എടുക്കുന്ന ഒരു സ്മാർട്ട് ഫോണിന്റെ ലിസ്റ്റിൽ തന്നെ കൂട്ടാം. ഒബ്വിയസ്ലി 20,000 rupees പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുന്ന
സമയത്ത് ഇതൊരു ടോപ്പ് ലെവൽ തന്നെയാണ്. എന്നാൽ ലൈറ്റ് കുറയുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഭയങ്കരമായിട്ട് എന്നെ ലാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു പ്രിവ്യൂ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും തോന്നാത്ത ഒരു അവസ്ഥയാണ്. എന്നാൽ നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്ത് കഴിയുന്ന സമയത്ത് അത്യാവശ്യം പ്രോസസ്സ് ചെയ്ത് നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് വ്യൂവബിൾ ആണ്, നമുക്ക് നല്ല രീതിക്ക് കാണാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ നൈറ്റ് മോഡൊക്കെ ഇടുന്ന സമയത്ത് കുറച്ചുകൂടി വൈബ്രന്റ് ആയിട്ടൊക്കെ കയറി വരും. എന്നാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്കൊരു യൂസ്ഫുൾ ഫോട്ടോ എന്ന് നമുക്ക് ഒരിക്കലും തന്നെ പറയാനായിട്ട് പറ്റത്തില്ല. ആൻഡ് ഇനി ആ ഒരു അൾട്രാ വൈഡ് 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് നോക്കുന്ന സമയത്ത് അഗെയിൻ ആ ഒരു ഡേ ലൈറ്റിൽ ഒരു ടോപ്പ് ലെവൽ ഫോട്ടോ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. എസ്പെഷ്യലി ആ ഒരു 20,000 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 40,000 റുപ്പീസിന്റെ അകത്തുള്ള ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കിയാൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അൾട്രാ വൈഡ് ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു കളേഴ്സ് നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി ഒക്കെ നോക്കുന്ന സമയത്തും ഒരു ടോപ്പ് ലെവൽ ക്വാളിറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണോ പ്രൈമറി ക്യാമറയുടെ കളേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അതേ കളേഴ്സ് തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. കാരണം നമ്മൾ ഡെയിലിയിൽ അൾട്രാ വൈഡ് ഒരു നല്ലൊരു ഫേം ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് പോർട്രേറ്റ്സിന്റെ കാര്യം പറയുന്ന സമയത്ത് അത്രത്തോളം നല്ലൊരു പോർട്രേറ്റ്സ് ആണെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. ആ ഒരു എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് അത്രത്തോളം പെർഫെക്റ്റ് അല്ല. അതർവൈസ് ആ ഒരു പോർട്രേറ്റ്സും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ആ ഒരു നല്ല രീതിക്ക് തന്നെ പോർട്രേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് ഇനി വീഡിയോ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് 4K 60 FPS-ലും 30 FPS-ലും ഇട്ട് നമുക്ക് ആ ഒരു പ്രൈമറി ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഔട്ട്പുട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ടാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നതെന്ന്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ആ ഒരു വീഡിയോസ് ഔട്ട്ഡോറിൽ കിട്ടുന്നുണ്ട്. അതായത് ആ ഡേ ലൈറ്റ് കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇതിന്റെ ആ ഒരു പ്രൈമറി ക്യാമറ തരുന്നത്. എസ്പെഷ്യലി ആ ഒരു OIS-ന്റെ സപ്പോർട്ടും കൂടി വരുന്നത് കൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ, അല്ലെങ്കിൽ മൂവി ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ആയിട്ട് തന്നെ ഇത് പോകുന്നുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് പറയാനായിട്ട് പറ്റും ഒരു 20,000 റുപ്പീസിലെ സ്മാർട്ട് ഫോണും ഈ ഒരു ലെവലിൽ ആ ഒരു വീഡിയോ പെർഫോമൻസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓവറോൾ ക്വാളിറ്റി ആയിരുന്നാലും ആ ഒരു സ്റ്റെബിലൈസേഷൻ ആയിരുന്നാലും എസ്പെഷ്യലി ആ ഒരു സ്റ്റെബിലൈസേഷൻ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്, ഒരു ഇഷ്യൂസും ഇല്ല. സോ വീഡിയോ പെർഫോമൻസിലും ഒരു ടോപ്പ് ലെവൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ചാണ് കേട്ടോ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ടോപ്പ് ലെവൽ തന്നെയാണ്. ആൻഡ് ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുന്ന സമയത്ത് ഒരു 8 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഫ്രണ്ട് ക്യാമറ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്തേക്ക് ഒരുമാതിരി സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് ക്വാളിറ്റി ഒക്കെ കുറഞ്ഞ ഒരുമാതിരിയാണ് നമുക്ക് ആ ഒരു ഫോട്ടോസ് ഒക്കെ കിട്ടുന്നത്. ചില സമയത്തെന്നല്ല ഒട്ടുമിക്ക സമയങ്ങളിലും നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരുമാതിരി ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കിയിട്ട ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഫോട്ടോസ് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഫോട്ടോ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫോട്ടോ ക്വാളിറ്റി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ആവറേജ് ആയിട്ടാണ് തോന്നിയത്, ഭയങ്കര ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ വീഡിയോ പെർഫോമൻസ് വരുന്ന സമയത്ത് അഗെയിൻ ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസിന്റെ കാര്യത്തിൽ എനിക്ക് അത്രത്തോളം നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. വീഡിയോ എടുക്കുന്ന സമയത്തും നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഭയങ്കര ഒരു ഷേക്കി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, പ്രിവ്യൂവിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്നാൽ വീഡിയോ എടുത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്റ്റെബിലൈസേഷൻ പ്രോസസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നല്ലൊരു സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. സ്റ്റിൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് മിസ്സിംഗ് ആണ് ഇവിടെയും. ആ ഒരു സ്കിൻ ടോണൊക്കെ നോക്കുന്ന സമയത്തും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു മിസ്സിംഗ് ആയിട്ട് തന്നെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഓവറോൾ ആ ഒരു ഫ്രണ്ട് ക്യാമറയോ അല്ലെങ്കിൽ ആ ഒരു ക്യാമറ സെറ്റപ്പ് ഓവറോൾ വരുന്നത് ഇങ്ങനെയാണ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ക്യാമറ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല രീതിക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഡേ ലൈറ്റിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് നൈറ്റിലെ ഫോട്ടോസ് നോക്കുന്ന സമയത്ത് ടെറിബിൾ ആണ്, നിങ്ങൾക്കൊന്നും കാണാനും പോലും ഒന്നും പറ്റത്തില്ല. ജസ്റ്റ് ആളെ അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതുപോലും ഡൗട്ടാണ്. ഒരുമാതിരി എല്ലാം കൂടി പ്രോസസ്സൊക്കെ ചെയ്ത് ഇരുട്ട് വെച്ച് കണക്കാണ് ഇരിക്കുന്നത്. സോ നൈറ്റിൽ ഇതിന്റെ ബാക്ക് ക്യാമറ ആയിരുന്നാലും ഫ്രണ്ട് ക്യാമറ ആയിരുന്നാലും ഒരു ആവറേജ്, ഒരു ബിലോ ആവറേജ് എന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ആൻഡ് ബാറ്ററി നോക്കുന്ന സമയത്ത് 4614 mAh ഒരു ബാറ്ററിയാണ്, ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ബാറ്ററി ഒരു ആവറേജ് ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഒരു ആവറേജ്, നമുക്കൊരു ദിവസം നമ്മളിപ്പോൾ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിയൊക്കെ ആവുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡൗൺ ആവാറാകും. സോ ഓക്കെ, ഒരു ഓക്കെ ലെവൽ ബാറ്ററി എന്നേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് ചാർജിങ്, ഇവിടെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല രീതിക്ക് തന്നെ ലാക്ക് ചെയ്യുന്നത്. ഏകദേശം നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ഓഫായി പോയി, ഇപ്പം 0% സ്വിച്ച് ഓഫ് ആയി പോയെങ്കിൽ ഓൺ ആക്കുന്ന സമയത്ത് എഴുതി കാണിക്കുന്നത് 3 മണിക്കൂർ ഫുൾ ചാർജ് ആവുമെന്നാണ്, അല്ലെങ്കിൽ ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നത് 3 മണിക്കൂർ എന്നാണ് 0 to 100 ആവാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബാഡായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു ചാർജിങ് സ്പീഡാണ്. നമുക്ക് ഒരിക്കലും അത് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിവേ, ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടി കാണും. എനിക്ക് പേഴ്സണലി
പേഴ്സണലി തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വേണം. നിങ്ങൾ കൈകളിൽ ഹോൾഡ് ചെയ്യാനായിരുന്നാലും നിങ്ങൾക്ക് ഒരു കംഫി ഫീൽ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെ വേണം, എന്താണ് ആൻഡ്രോയിഡ് എന്ന് നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാവണം. ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, OS എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് ഡേ ലൈറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ആയിരിക്കണം. നല്ല രീതിക്കുള്ള വീഡിയോ ഔട്ട്പുട്ട് കിട്ടണം. ഡേ ലൈറ്റ് സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് വ്ളോഗ് ചെയ്തുകൊണ്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും. എസ്പെഷ്യലി 20,000 റുപ്പീസ് പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡും ആ ഒരു വീഡിയോ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതർവൈസ് നിങ്ങൾക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് വേണം, നിങ്ങൾക്ക് നല്ല രീതിക്ക് ഗെയിം കളിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചാർജിങ് സ്പീഡ് വേണം, നല്ലൊരു ബാറ്ററി ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. സോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളിപ്പോൾ ഒരു 20,000 റുപ്പീസിന്റെ സ്മാർട്ട് ഫോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഈ ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.